അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ക്ലീൻ ചെയ്യാനെന്നാണ്. സോ ഞാനിപ്പോഴും എൻ്റെ മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച അതേ രീതി തന്നെയാണ് ഞാനിപ്പോഴും ഫോളോ ചെയ്യാറ്. മാക്കിൽ കയറിയപ്പം അവിടെ വേറെ ട്രെയിനിങ് തന്നിരുന്നു. സോ മാക്കിൽ പോകുമ്പം അവിടുത്തെ രീതി ചെയ്യും. അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ യൂസിന് ഞാനിപ്പോഴും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യാറ്. സോ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. സോ മേക്കപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ്. സോ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഇത് 99% ആണ്. സോ 97 ആയാൽ പോലും ഞങ്ങളുടെ ക്ലാസ്സിൽ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. 99 വേണമെന്ന് വളരെ നിർബന്ധമായിരുന്നു. സോ 99% ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഓക്കെ, സോ ഞാനിത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യും. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. ഒരു 5 മിനിറ്റ്സ് പോലും വേണ്ട, അതിനുള്ളിൽ ഇത് ഡ്രൈ ആയി കിട്ടും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് അത് അടച്ച് വെക്കണത്. അതുപോലെ ഇപ്പോൾ പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിലും യൂസ് ചെയ്യണ മുന്നേ ഒന്നും കൂടെ ഇത് സ്പ്രേ ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. എല്ലാ ടൈപ്പ് പൗഡേഴ്സും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യാറ്. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യണത് ഇപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യണത് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ പാലറ്റാണ്. അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഇങ്ങനെ സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ എടുക്കും. എന്നിട്ട് ഈ ടിഷ്യൂ വെച്ച് ഈ സർഫസൊക്കെ ഇങ്ങനെ തുടയ്ക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്രീംസൊക്കെ ക്ലീൻ ചെയ്യണത്. ഇങ്ങനെയാണ്. എഗെയിൻ ഇതെൻ്റെ ബ്രോൺസറാണ്. സോ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എഗെയിൻ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വെച്ചിട്ട് ഇത് സ്പ്രേ ചെയ്യും. അത്രയേ ഉള്ളൂ. അത് അപ്പം തന്നെ ഉണങ്ങി കിട്ടും, നമുക്ക് യൂസ് ചെയ്യാം. മസ്കാരയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇതിങ്ങനെ നേരിട്ടിട്ട് കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യില്ല. എൻ്റെ പേഴ്സണൽ യൂസിന് എനിക്ക് സെപ്പറേറ്റ് മസ്കാരയുണ്ട്, എനിക്ക് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ എൻ്റെ ക്ലയൻസിനാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് നേരിട്ട് യൂസ് ചെയ്യില്ല. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഡിപ്പ് ചെയ്യും. അത് ക്ലയൻസിന് യൂസ് ചെയ്യും, ഇത് കളയും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമായാലും സെയിം ആണ്. ഞാൻ ഒരിക്കലും അതിങ്ങനെ നേരിട്ട് എടുത്തിട്ട് കസ്റ്റമേഴ്സിന് അപ്ലൈ ചെയ്യാറില്ല. എൻ്റെ പേഴ്സണൽ യൂസിന് വേറെ ഉണ്ട്. അല്ലാണ്ട് കസ്റ്റമേഴ്സിന് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും വെച്ച് സ്കൂപ്പ് ചെയ്തെടുക്കുക ചെയ്യുക. ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് ഇതാണ്. ഇത് ആദ്യം ഞാൻ ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വെച്ചിട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. അതിനുശേഷം ഇതിൻ്റെ അകത്തുനിന്ന് ആവശ്യമുള്ളതെടുത്തിട്ട് ഇതുപോലെ ഒരു ഡിഷിൽ വെച്ചിട്ട് ഞാനത് മിക്സ് ചെയ്യും. എന്നിട്ട് അതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കസ്റ്റമേഴ്സിന് ഞാൻ യൂസ് ചെയ്യും. അല്ലാണ്ട് ഒരിക്കലും ഞാൻ നേരിട്ടിട്ട് കസ്റ്റമേഴ്സിൻ്റെ ലിപ്സിലേക്ക് അപ്ലൈ ചെയ്യാറില്ല. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ പ്രത്യേകം മാറ്റി വയ്ക്കും, എൻ്റെ പേഴ്സണൽ യൂസിനുള്ളതും മാറ്റി വയ്ക്കും. അപ്പം ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ വെഡ്ഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ മസ്കാര എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് എന്തായാലും വെഡ്ഡിങ്ങിന് മുന്നേ നിങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടൊരു കൺസൾട്ടേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരോട് നിങ്ങൾ ചോദിക്കുക എന്ത് കളറാണ് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കണമെന്ന് ചോദിച്ചിട്ട് ആ കളറ് നിങ്ങൾ വാങ്ങുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് പിന്നീടും യൂസ് ചെയ്യാമല്ലോ, ലിപ്സ്റ്റിക് അല്ലേ. സോ നിങ്ങൾക്ക് ഇപ്പം രാവിലെ ബ്യൂട്ടീഷ്യൻ ഒരുക്കി കഴിഞ്ഞ് പോയതിന് ശേഷം നിങ്ങൾക്ക് ടച്ചപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് യൂസ് ചെയ്യാം. മസ്കാരയും സെയിം, മസ്കാരക്കും വലിയ വിലയൊന്നുമില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. ഞങ്ങൾക്ക് ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക. കാരണം കസ്റ്റമേഴ്സും ഇതൊക്കെ ശ്രദ്ധിക്കും. അവർ ക്ലീനായിട്ടാണ് യൂസ് ചെയ്യണത്, അവരിടയ്ക്കിടയ്ക്ക് കൈ സാനിറ്റൈസ് ചെയ്യുന്നുണ്ടോ, അവരുടെ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടാണോ വെക്കുന്നത് എന്നൊക്കെ അവർ നന്നായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഇപ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് മാക്കിൽ തന്നെ ഒരുപാട് വെഡ്ഡിങ്ങുള്ള ഒരുപാട് പെൺകുട്ടികൾ വരാറുണ്ട്. അവരൊക്കെ അവരുടെ ലിപ്സ്റ്റിക്സും മസ്കാരയും ഒക്കെ അവർ സെപ്പറേറ്റ് വാങ്ങി തന്നെയാണ് അവർ പോവാറ്. സോ ഇതിലൊക്കെ എന്തുമാത്രം ബാക്ടീരിയാസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല.
സോ ഒക്കെ ക്ലീൻ ആക്കി വെക്കുക. എന്തെങ്കിലും സാധനം നിങ്ങളുടെ മുഖത്തേക്ക് യൂസ് ചെയ്യണ മുന്നേ ഉറപ്പ് വരുത്തുക അത് ക്ലീൻ ആണോ എന്നൊക്കെ. നിങ്ങളുടെ ഫേസിലേക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളത് 100% ഉറപ്പാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ബ്യൂട്ടീഷ്യൻ എങ്ങനെയാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതെന്ന്. ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ ക്ലീനിങ് പ്രോസസ്സൊക്കെ ചെയ്ത് കാണിക്കണം. അവർ സാറ്റിസ്ഫൈഡ് ആവണം. അല്ലാണ്ട് ഞാൻ ഇന്നലെ രാത്രിയൊക്കെ വൃത്തിയാക്കി വെച്ചതാണ്, അതുകൊണ്ട് ഇപ്പം എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊന്നും പറഞ്ഞ് നടക്കില്ല. അവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇതൊക്കെ ഒന്നും കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നാൽ പോലും കസ്റ്റമേഴ്സിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഇത് ഫുള്ള് നമ്മൾ ഈ സ്പ്രേ ചെയ്ത് ഒക്കെ ക്ലീൻ ചെയ്യണം. അതാണ് ഒരു റൂൾ എന്ന് പറയണത്. ഞങ്ങളൊക്കെ സ്റ്റിൽ ആ റൂൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. മേക്ക് ഷുവർ എല്ലാം സേഫാണ് എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യണതുകൊണ്ട് നിങ്ങളുടെ മേക്കപ്പ് പ്രോഡക്ട്സും ലോങ് ലാസ്റ്റ് ചെയ്യും, ഈ പൗഡേഴ്സൊക്കെ ആണെങ്കിൽ. പിന്നെ മസ്കാര എന്തായാലും ആഫ്റ്റർ 3 months നമുക്ക് ഡിസ്കാർഡ് ചെയ്തേ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ മേക്കപ്പ് കാര്യങ്ങളിൽ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയൊരു ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരാം. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ സ്റ്റേ സേഫ്. ബൈ.